മണ്ണിലാടി മണ്ണെണ്ണയിലാണ് ഈ ചായ കഴിക്കുന്നത്. അപ്പം മണ്ണെണ്ണയിൽ ആറാടുന്നതാണ്, അതാണ് വിളിക്കുന്നത്. ഇക്കാലത്തിനിടയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? കുറേ കണ്ടുവരാൻ പറ്റും. ടാബ്ലോ പണ്ടില്ല, നിശ്ചല ദൃശ്യങ്ങളില്ല, മത്സരത്ര കാര്യമായിട്ടില്ല, വില കാഴ്ച കൊടുത്തേ കൊടുത്തു. പിന്നെ പബ്ലിക്കിലേക്ക് ഒരു സംഘടിത സ്വഭാവം വരികയും അതിനൊരു ഒരു ടീം സ്പിരിറ്റ് വന്നു. അതിന് ടീമിന് ഇത്ര മാർക്ക്, വരയ്ക്ക് ഇത്ര മാർക്ക്, കൊട്ടിന് ഇത്ര മാർക്ക്, അങ്ങനെ ഐറ്റം കളിച്ച് മാർക്ക് കൊടുക്കില്ല. അതിനൊരു ഭയങ്കര വേറൊരു തലത്തിലേക്ക് ഉയരുകയും ചെയ്തതാണ് ഞാൻ കണ്ടൊരു മാറ്റം. പോസിറ്റീവുകളെ ഉള്ളൂ, നെഗറ്റീവ് ഇല്ല. കാരണം വെച്ചാൽ തൃശ്ശൂർ നടക്കുന്ന ഒരു പരിപാടി നെഗറ്റീവ്. ഇപ്പം പൂരത്തിന് നെഗറ്റീവ് ഇല്ല, ആനോടുന്നതിനുണ്ടായിട്ടില്ല. പിന്നെ ഇവിടെയുള്ള കാണുന്ന കാഴ്ച നിങ്ങൾക്ക് ഇത് കണ്ടറിയാം. ജാതി മത വർഗ ലിംഗ വർണ്ണ കാക്ഷി രാഷ്ട്രീയ ഭേദമന്യ മനുഷ്യരെ ഒറ്റ ചരടെ കൊടുക്കുന്നൊരു സാധനം. നമ്മളുണ്ടാവും ഫിസിക്കലായിട്ട് തൊടാനിലൂടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഫിസിക്കൽ യൂണിറ്റ് എന്നൊരു ഇമോഷണൽ യൂണിറ്റ് ഉണ്ട്, അതാണ് അതേ പോസിറ്റീവ് ഉള്ളൂ. വലിയ സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ ഈ നിശ്ചല ദൃശ്യം ഈ ഭാഗത്തു നിന്ന് നീങ്ങി പോവുകയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നീങ്ങി പോവുകയാണ്. അയ്യന്തോൾ ദേശത്തിന്റെ നിശ്ചല ദൃശ്യവും പുലികളും കടന്നുപോയി കഴിഞ്ഞു. പിറകെ ഇനി ഏത് ദേശമാണ് വരുന്നത്, അവർ കാത്തു സൂക്ഷിച്ചിട്ടുള്ള സർപ്രൈസുകൾ എന്തായിരിക്കും എന്നുള്ളതാണ് ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. ആ ഭാഗത്ത് ചില നിശ്ചല ദൃശ്യമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട ഒരു നിശ്ചല ദൃശ്യമാണ് വരുന്നത് എന്ന് കരുതുന്നു. സൂചിയും മറ്റുമൊക്കെ കാണിച്ചുകൊണ്ട് ഉള്ളൊരു നിശ്ചല ദൃശ്യം വരുന്നു. അവരുടെ തീം എന്താണ് എന്നുള്ളത് അറിയേണ്ടത്. എന്തായാലും വലിയ രീതിയിൽ നിശ്ചല ദൃശ്യങ്ങളും പുലികളും ഒക്കെ തന്നെയായി പുലികളി വലിയൊരു മഹോത്സവമായി ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പുലികളി കാണാനുമായി നിരവധി ആളുകൾ ഇവിടെ എത്തുന്നു. അതിൻ്റെ തിരക്കും മറ്റുമായി സ്വരാജ് റൗണ്ട് വളരെ ഒരു ബിസി ഗ്രൗണ്ടായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വളരെ 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 വർണ്ണാഭമായ കാഴ്ചയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലിഡിയ ജേക്കബ് കൂടി ചേരുന്നുണ്ട്. ലിഡിയ ഇപ്പോൾ ഏത് ഭാഗത്തായി നിൽക്കുന്നു, അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? ലിഡിയ കേൾക്കാമോ? ലിഡിയയിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. പുലികളി സംഘത്തോടൊപ്പമുള്ള നിശ്ചല ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഘവും വ്യത്യസ്ത തരത്തിലുള്ള ടാബ്ലോയിഡുകൾ തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ കേൾക്കാമെന്ന് കരുതുന്നു, പറയൂ, അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? ലിഡിയ ഇപ്പോൾ ഏത് ഭാഗത്തായാണ് നിൽക്കുന്നത്? ഏതെങ്കിലും സംഘം, ഏതെങ്കിലും ദേശം ലിഡിയോടൊപ്പം ഉണ്ടോ? വെളിയന്നൂർ ദേശത്തു നിന്നുള്ള പടയിൽ നിന്നുള്ള പുലികൾ ഇപ്പോൾ സ്വരാജ് റൗണ്ട് ചുറ്റിക്കറങ്ങുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് അവരാണ്. വിവിധ വർണ്ണങ്ങളിൽ വിവിധ ചമയങ്ങളിൽ 51ഓളം പുലികളാണ് എൻ്റെ മുന്നിൽ കാണുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ഒരു പുരുഷാരം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് എൻ്റെ മുന്നിൽ കാണുന്ന വലിയ പല വർണ്ണങ്ങളിലുള്ള നിരവധി പുലികൾ. പച്ചപ്പുലികളുണ്ട്, നീലപ്പുലികളുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വെള്ളപ്പുലികളുണ്ട്. അങ്ങനെ പുലികൾ തൃശ്ശൂർ റൗണ്ട്, സ്വരാജ് റൗണ്ട് വഴി എല്ലായിടത്തും പല ഭാഗങ്ങളിലായി നിരന്നിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി ജനസമൂഹം, ഈ പുലികളി കാണാനായി ജനസമൂഹം നിരന്നിരിക്കുന്ന കാഴ്ച. പല നാടുകളിൽ നിന്നുള്ള ആളുകൾ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, വിദേശത്ത് നിന്നുള്ള വരെ ഉള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കുട്ടിപ്പുലികളുണ്ട്, പെൺപുലികളുണ്ട്, ഒപ്പം കരിമ്പുലികളുണ്ട്, ചീറ്റപ്പുലികളുണ്ട്, പുള്ളിപ്പുലികളുണ്ട്. അങ്ങനെ വിവിധ വർണ്ണങ്ങളിലുള്ള പുലികൾ സ്വരാജ് റൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിലായി അണിനിരന്നു കഴിഞ്ഞു. മാത്രമല്ല വിവിധ ആശയങ്ങൾ നേടുന്ന പ്ലോട്ടുകളും കാര്യങ്ങളും ഒക്കെ വിവിധ ഭാഗങ്ങളിലായി നിരന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സാമൂഹ്യ വിഷയങ്ങൾ, പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പ്ലോട്ടുകളുണ്ട്, ഒപ്പം പുരാണങ്ങൾ പ്രതിപാദിക്കുന്ന പ്ലോട്ടുകളുണ്ട്, ഐതിഹ്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന പ്ലോട്ടുകളുണ്ട്, സന്ദേശങ്ങൾ, ഒരു പ്രത്യേക സന്ദേശങ്ങളൊക്കെ നൽകുന്ന പ്ലോട്ടുകളുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്ലോട്ടുകൾ ഓരോ ദേശങ്ങൾക്കും ഓരോ പ്ലോട്ടുകൾ വെച്ചുണ്ട്. പുലിവണ്ടികളുണ്ട്, അതൊക്കെ സ്വരാജ് റൗണ്ട് ചുറ്റി ഇങ്ങനെ വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ള കാഴ്ച, കണ്ണിന് കുളിർമയേകുന്ന വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.
സുരാജ് റൗണ്ട് ചുറ്റി ഈ പുലിവണ്ടിയും ഈ പ്ലോട്ടുകളും ഈ പുലികളും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശത്തിലാണ്. കേരളത്തിൽ നിന്നുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, ലോകമെമ്പാടുമുള്ള ആളുകൾ ഏറെ ആവേശത്തിലാണ്. ആ ആവേശം ഇതിന് ഇരുവശവും നമുക്ക് കാണാൻ സാധിക്കും. മൊബൈലുകളിൽ ദൃശ്യങ്ങൾ പകർത്തുന്ന ആളുകളാണ് എനിക്ക് ചുറ്റുമുള്ളത്. അത്തരത്തിൽ വലിയ ആവേശവും ആഘോഷവും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരുവോണത്തെ കഴിഞ്ഞും അവർക്ക് ആഘോഷം ഈ പുലികളി തന്നെയാണ്. തിരുവോണം കഴിഞ്ഞുള്ള ദിവസങ്ങളാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത്. ഇതിനെ അതായത് ഒരു വർഷം നീണ്ട ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനുശേഷമാണ് ഈ ഒരു സമാപനത്തിലേക്ക്, പുലികളി എന്ന് പറയുന്ന ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു സമാപനത്തിലേക്ക് അത് എത്തുന്നത്. ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഒരു സമയത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്നലെ മുതൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 6 മണി മുതൽ സായം തേച്ച് ഈ പുലികൾ അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അവർക്കൊപ്പം നമ്മളുമുണ്ട്. 6 മണി മുതൽ നമ്മൾ ഇവരുടെ ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നതാണ്. കുട്ടിപ്പുലികളടക്കം ചെറിയ കുഞ്ഞുങ്ങളടക്കം ഈ ചായങ്ങൾ തേച്ച് 6 മണി മുതൽ ഈ പുലിമടകളിൽ കാത്തിരിക്കുകയാണ്. പുറത്തേക്കിറങ്ങാൻ 4 മണിക്ക് ആയപ്പോഴാണ് പുലിമടകളിൽ നിന്ന് പുലികൾ പുറത്തേക്കിറങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പുലികളി തലമുറകൾ തോറും ഇങ്ങനെ കൈമാറി വരുന്നു എന്നുള്ള കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. അതായത് കുട്ടിപ്പുലികളെ നമ്മൾ കാണുമ്പോൾ അതായത് 60 വർഷത്തോളം പഴക്കം അല്ലെങ്കിൽ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന 60 വർഷത്തോളമായി സ്ഥിരമായി പുലിവേഷം കെട്ടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ 6ഉം 7ഉം വയസ്സുള്ള കുട്ടിപ്പുലികൾ വരെ ഇങ്ങോട്ടേക്ക് പുലിവേഷം കെട്ടുവാനായി എത്തുന്നു. ഈ താളത്തിന് ഒന്നിച്ച് ചുവടുകൾ വെക്കുന്നു എന്നുള്ള കാഴ്ചയാണ്. അത്തരത്തിൽ അത് ഈ ചുവടുകൾ വെക്കുക എന്നത് അത് അത്ര നിസ്സാര കാര്യമല്ല എന്നതുകൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അതിനൊരു പ്രത്യേക താളവും ഒരു പുലിത്താളത്തിനനുസരിച്ച് ചുവടുകൾ വെക്കുക എന്നത് ഏറ്റവും കൂടുതൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. ആ ചുവടുകളൊക്കെ പഠിച്ച്, നൃത്തമൊക്കെ പഠിച്ച് ഈ കുരുന്നുകൾ വരെ, ചെറിയ കുട്ടികൾ വരെ ചുവട് വയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വരാജ് റൗണ്ട് ചുറ്റി പുലികൾ അങ്ങനെ നടന്ന് നീങ്ങുകയാണ്. വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ, റോഡിൽ മുഴുവൻ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ, വിവിധങ്ങളായിട്ടുള്ള പ്ലോട്ടുകൾ, വിവിധ സന്ദേശങ്ങൾ ഉയർത്തുന്ന പ്ലോട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. വലിയ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഇതിന് പിന്നിലും ഒക്കെ ഉണ്ട്. വലിയ ചരിത്രം ഉറങ്ങുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ചരിത്രത്തിലേക്ക് കൂടിയാണ്, അതിൻ്റെ ഒരു ഭാഗമാവുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ചെറിയ കുട്ടികൾ മുതൽ വീണ്ടും ആ ചരിത്രത്തിലേക്കൊക്കെ വരുന്ന ഒരു കാഴ്ച. ചെറുപ്പം മുതൽ 6-7 വയസ്സ് മുതൽ തന്നെ ഈ പുലി വേഷം കെട്ടി ഇതിലേക്കൊക്കെ വരുന്ന ഒരു കാഴ്ച. ഇത് അന്യം നിന്ന് പോകാതെ ഇതിങ്ങനെ തലമുറകളായി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണാൻ സാധിക്കുന്നു. ജാതി മത ഭേദമന്യേ എല്ലാവരും തന്നെ ഉൾക്കൊള്ളുന്ന ഒരു ആഘോഷം കൂടിയാണ്, വലിയ ആവേശം കൂടിയാണ് പുലിക്കളി എന്ന് പറയുന്നത്. വിവിധ ജാതി മത വ്യത്യാസമില്ലാതെ നിരവധി ആളുകൾ ഇതിൽ പങ്കാളികളാകുന്നു. ഇത് ലിഡിയുടെ ശബ്ദത്തിൽ നിന്ന് ലിഡിയ ചെറുതായി ഒന്ന് ടയർഡാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ കുട്ടിപ്പുലികളൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ്. അവരെ ഈ ക്ഷീണമൊന്നും ബാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. വളരെ ആവേശത്തോടെ അവരിതാ നടന്നെടുക്കുകയാണ്. ആ താളത്തിനൊത്ത്, ചെണ്ടമേളത്തിനൊത്ത് അവർ ചുവട് വെക്കുകയാണ്. പിറകിൽ നമുക്ക് വലിയ പുലികളെയും കാണാം. നിലപ്പുലിയും പച്ചപ്പുലിയും ചുവപ്പ് പുലിയും എന്തിന് വെള്ളപ്പുലിയും ഒക്കെ അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. വെളിയന്നൂർ ദേശത്തിന്റെ പുലികളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.